ചില വിഷയങ്ങളുടെ കാര്യകാരണ സഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ലഭിച്ച ഈ വിലപ്പെട്ട സമയത്തിന് നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനം നമുക്ക് എടുക്കാം. ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്നു. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്തിന്? 10-ാമത്തെ വാക്യം. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച ദൈവജൻ ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും പഴുതടച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തി മുന്നേറുകയാണ്. ആദ്യം അവർ പിടിച്ചടക്കിയ പട്ടണം എരിഹോ. നമുക്കറിയാം, ഒരു പ്രകൃത്യാതീതമായ ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നത്. വലിയൊരു കോട്ടയായിരുന്നു അത് കേട്ടോ. അതിൻ്റെ മുകളിലാണ് റാഹാബ് ഉൾപ്പെടെ ഉള്ളവർ വീട് പണിത് പാർത്തിരുന്നത്. അത്രമാത്രം ശക്തമായൊരു കോട്ട. പക്ഷെ ഇസ്രായേൽ മക്കളൊന്ന് നടന്നപ്പോൾ തന്നെ ആ പ്രതികൂലം അവിടെ കാൽ കീഴെ ഞെരിഞ്ഞമർന്നു. യെസ്, ശത്രു നിനക്കെതിരായി കെട്ടുന്ന വലിയ കോട്ടകൾ നിന്റെ പ്രയർ വാക്കിനകത്ത് തകരും. വിശ്വസിക്കുന്നു. ദൈവം ചിലപ്പോൾ പറയും, നിങ്ങളുടെ വീടിന് ചുറ്റും സ്തോത്രം പറഞ്ഞ് കരമുയർത്തി നടക്കാൻ. പണ്ടൊരിക്കൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ചെയ്തായിരുന്നു കേട്ടോ. ദൈവപ്രവൃത്തി കാണും, ചെയ്യണം. ചിലപ്പോൾ പ്രയർ വാക്കുണ്ട് കേട്ടോ. പ്രാർത്ഥനയിൽ നടക്കണം, സ്തോത്രത്തോടെ സിമ്പിളായിട്ട് കർത്താവ് അതിനെ ഒതുക്കി അവിടെ കൈ കൊടുത്തു. പക്ഷേ അതിലോട്ട് കയറുമ്പോൾ ഒരു മുന്നറിയിപ്പ് അവർ കൊടുത്തു. അതിനകത്തൊന്നും നിങ്ങൾ തൊടരുത്, നിങ്ങളുടെ കണ്ണ് അതിനകത്തോട്ടൊന്നും ഉടക്കരുത്. അത് മൊത്തം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ശബദാർപ്പിതമാണ്. അത് ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. പക്ഷെ നോക്കിയേ, ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒരുത്തൻ്റെ കണ്ണങ്ങോട്ട് പതിയുക. ആഖാൻ്റെ കണ്ണ് പതിയുന്നത് കണ്ടോ? വെള്ളി, ബാബിലോണിയ മേലങ്കി, പൊൻകട്ടി കണ്ട് മോഹിച്ചു എടുത്തു, കൂടാരത്തിൽ മറച്ചു വെച്ചു. എന്തോ സംഭവിച്ചു? പാപം സംഭവിച്ചു. ദൈവസാന്നിധ്യം വിട്ടുമാറി. ദൈവസാന്നിധ്യം വിട്ടുമാറുന്നത് പോലെ ഒരു കാര്യം വേറെ ഇല്ല ദൈവമക്കളെ. പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവസാന്നിധ്യം വിട്ടുമാറും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കട്ടെ. അടങ്ങി വന്ന് മാനസാന്തരപ്പെടുന്ന സമയം വരെയും ദൈവസാന്നിധ്യം മാറി നിൽക്കും. നോക്കിയേ, ഇവിടെ ആക്കാൻ അതിന് തയ്യാറായില്ല. ആമേൻ. അവിടെ ജനം കണ്ടോ? മരിച്ചത് കണ്ടോ? എത്ര പേരാ? ഹല്ലേലൂയ. 36 പേരെ കൊന്നു. 36 പേർ, നിഷ്കളങ്കരായ, ഒരു തെറ്റും ചെയ്യാത്ത 36 പേർ മരണപ്പെടാൻ കാരണം ആകാൻ്റെ തെറ്റാണ്. സാഷ്ടാംഗം വീണ് കിടക്കുക യോശുവ, ഇസ്രായേൽ മൂപ്പന്മാർ. എന്താണ് ഇതിൻ്റെ റീസൺ? എന്താണ് അതിൻ്റെ കാര്യകാരണ സഹിതം? ദൈവമേ, വെളിപ്പെടുത്തിത്താ. അങ്ങനെ പ്രാർത്ഥിക്കാവോ? ദൈവം ചില റൂട്ട് ദൈവം പറഞ്ഞു തരും. എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആര് ചെയ്തു, എന്നിട്ട് ഒറ്റയടി അത് തകർന്നു പോകും. ദൈവം പറയാ, എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നേ എന്തിനാ? എഴുന്നേക്ക്, പാപം ചെയ്തിരിക്കുന്നു ഇസ്രായേൽ. അടുത്ത നിമിഷം പിടിക്കുക. കുടുംബത്തെ, കുലത്തെ, ഗോത്രത്തെ പിടിച്ച് വന്ന് താഴെ ഏറ്റവും ഒടുവിലാക്കാനും കുടുംബം പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവൻ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുണ്ടോ. അവന് വേണേൽ പറയാൻ, ആദ്യമേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇതാ ഇത് എടുത്തുകൊണ്ട് വന്നതാ, ക്ഷമിക്കണം, ദൈവം ചെയ്തേനെ. അവസാനം പിടിക്കപ്പെടുന്നത് വരെയും അവൻ ചലിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിന് അവൻ്റെ മേൽ തൻ്റെ കോപം ന്യായവിധി അയക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു, ഈ ആഖാൻ്റെ കാര്യം, അയ്യോ എത്ര വേദനാജനകമായ കാര്യമാണ്. വർഷങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന് യോർദാൻ കടന്ന് ഒരു നന്മയിലോട്ട് കയറിയപ്പോൾ അവനത് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ കഴിഞ്ഞില്ല. അനുസരിക്കുന്ന യാഗത്തെക്കാൾ
ശ്രദ്ധിക്കുന്ന മുട്ടാടുകളെ മേധസ്സിനേക്കാൾ നല്ലതാട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവത്തിലെ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതിലൂടെ ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളെ നമുക്കും സ്വീകരിക്കാൻ കൈക്കൊള്ളാം. അതിനായിട്ട് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത്. വ്യക്തമായ ദൈവശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. വ്യക്തമായ ദൈവിക ആലോചന സ്വീകരിക്കാൻ കഴിഞ്ഞു. അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം. അവിടുത്തെ മഹത്വത്തെ നമ്മുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.